പിതാവ് എന്നുള്ള ആ വലിയ തച്ചൻ എന്നുള്ള നാടകം ഒരുപാട് ആളുകള്, ജനഹൃദയങ്ങള് അവർ ഏറ്റുവാങ്ങിയ ഒരു നാടകമാണ്. ഇതിനോടൊക്കെ തന്നെ ഞാൻ ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ പലരും അതിന് മെസ്സേജായിട്ടും വിളികളൊക്കെ ആയിട്ട് ചോദിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് അത്രയും ആഗ്രഹത്തോടു കൂടി എല്ലാവരും നോക്കിക്കാണുന്ന ഈ ഒരു നാടകം നമ്മുടെ ഈ മണ്ണിൽ, യേശുപിതാവിന്റെ പുണ്യപ്പെട്ട ഈ ഭൂമിയിൽ ഇന്ന് അരങ്ങേറുകയാണ്. ഇതിനുവേണ്ടി ഇവിടെ ആയിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഈ അമല കമ്മ്യൂണിക്കേഷൻസിന്റെ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട 9 പ്രസിദ്ധന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഏറെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. നമുക്ക് നല്ലൊരു കയ്യടി നമ്മുടെ ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് ഈ സമയം നമുക്ക് നൽകാം. ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ മതിലകം ഇടവ കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. ഒരു നാടകം അവതരിപ്പിക്കാൻ ധന്യമായി വേദി ഒരുക്കി തന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ അഡിക് തെക്കിനെത്ത്, കൈക്കാരന്മാരായ ലോറൻസ് തെക്കേപ്പള്ളിയെ, ബിജു കല്ലറയ്ക്കൽ, ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരായ ആന്റണി മഞ്ഞേലി, കാര്യം നല്ല തച്ചനാണെങ്കിലും ആ യാക്കോബിന്റെ മകൻ ജോസഫ് ഒരു കിറുക്കനാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ല. അല്ലെങ്കിൽ തന്നെ പെണ്ണ് കേട്ടാത്ത നിന്നോട്, പെണ്ണേ വേണ്ടെന്ന് നിശ്ചയിച്ചിരിക്കുന്ന നിന്നോട് മക്കളെ കുറിച്ചും ബിഷപ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ എന്നെയാണ് തല്ലേണ്ടത്. നിനക്ക് എന്നെ തല്ലാൻ വലുതാ സർ? ഓ, നീ ആ തൊട്ടിലേക്ക് തന്നെ ഇതാ നിനക്ക് തന്നുവിട്ട പണം. ഇനി ഒരു വെയിലത്ത് ഇത് ചുവന്ന് അങ്ങോട്ടെത്തിക്കണം. ഒരു കഴുതയെ പോലും തന്നു വിട്ടില്ല. മനസ്സാക്കിയില്ലാത്ത ആ കാട്ടുപന്നി എന്റെ ഒരു യോഗം. പറഞ്ഞവണം മുഴുവൻ കാണില്ലായിരിക്കും. ഉള്ളവരങ്ങനെ തന്നെയാ. പരാതി മുതലാളി പറഞ്ഞോളൂ, ഞാൻ നിസ്സഹായനാണേ. ഞാൻ കണക്ക് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് കുറവ് നോക്കുന്നില്ല. പക്ഷേ എനിക്ക് ലഭിച്ചതിൽ നിന്നും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ദശാംശത്തിന് കർത്താവിന്റെ കണക്കുണ്ട്. ഇതുകൊണ്ട് ഒരു ദിവസത്തേക്കെങ്കിലും നിന്റെ മക്കൾക്ക് നിറച്ച ആഹാരം നൽകുക. ജോസഫ്, വിഷമിക്കാതിരിക്കുക ബൽത്താസർ. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മിശിഹ മനുഷ്യപുത്രനായി ജനിക്കുമെന്ന വചനത്തിൽ വിശ്വസിച്ച് ആശ്വസിക്കും. ജനത ഇത്രമേൽ സഹിച്ചിട്ടും ഇനിയും പിറവി കൊള്ളാൻ മടിക്കുന്ന ആ മിശിഹായിലല്ല ജോസഫ്. ചക്രവർത്തിയും ചുങ്കക്കാരും പിശാചും ചേർന്ന് ഭരിക്കുന്ന ഈ ലോകത്തെ മനസ്സാക്ഷിയുള്ള നിന്നെപ്പോലുള്ള മനുഷ്യരിലാണ് എനിക്ക് വിശ്വാസം. നന്ദി സഹോദര, നന്ദി. പീഡകളിൽ മനസ്സു പതറിയ ബൽത്താസറിന്റെ വാക്കുകൾ പൊറുക്കണേ കർത്താവേ. ഉണ്ണിമിശിഹ പിറക്കുമ്പോ അവന്റെ മനസ്സിലും വെളിച്ചം വയ്ക്കും. ഉണ്ണിമിശിഹ ആ തിരുപ്പിറവി അനുഭവിക്കാൻ എന്റെ തലമുറയ്ക്ക് ഭാഗ്യം ഉണ്ടാകുമോ? ആ ദൈവ പൈതലിനൊരു തൊട്ടിലുണ്ടാക്കി കൊടുക്കാൻ ഈ തച്ചനാവുമോ? സുന്ദര
ദുർഗന്ധ പുലിത പൈശാചികമായി ഒരു ശവം മാറിക്കൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്ക് ഇവരെപ്പോലെ നീതിബോധമുള്ള മനുഷ്യർ എന്റെ അസ്തിത്വത്തിലും എന്റെ അടിമകളായി തീരുന്നവരുടെ ലോകത്തിലും എത്ര വലിയ ഭീഷണിയാണെന്ന് പണ്ടേ തിരിച്ചറിഞ്ഞു. പലവഴിയും ഇവനെ വഴിയിലാക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പലവിധം പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ. പക്ഷേ ഇവൻ പിന്നെയും പിന്നെയും എന്നിൽ നിന്നും വഴുതി മാറി ദൈവത്തിലവയും തീർന്നു. ദൈവത്തെ വഴിയിൽ വിശ്വാസത്താലെന്നെ പുറങ്കാലിനെ പൊഴിക്കുന്നു. ദുർബുദ്ധരായ മനുഷ്യരെ പറഞ്ഞിളക്കി ഇവനെ ഭഗവന്തം വരെ ഞാൻ തുനിഞ്ഞതാണ്. അപ്പോഴൊക്കെ അവന്റെ ദൈവമാണ് കാക്കമായി അവന്റെ പ്രാർത്ഥനകൾ എന്റെ കാലിൽ ചെല്ലോളം പോലെ വീഴുന്നു. പൊള്ളി ഞാൻ പലവട്ടം എപ്പോഴും അവന്റെ വിശ്വാസം അവനെ ഇല്ല ഇല്ല, എനിക്ക് സഹിക്കാവുന്നതിനുമപ്പുറമാണ് നീ എന്നെ പ്രാപിക്കുന്നു. കാമമോഹങ്ങളുടെ പൈശാചിക ഭാഷത്തിലടിപ്പെട്ട് നീയും എന്റെ ദാസനായിത്തീരും. അതിനുവേണ്ടി അധമത്തിലധമമായ വഴികൾ ഞാൻ തേടും. ക്ഷമനശിച്ചെങ്കിലും നിനക്ക് വേണ്ടി കെണിയൊരുക്കി ഞാൻ കാത്തിരിക്കും. നീ എന്നിലേക്ക് നിരത്തി വീണ്ടും ദരിദ്രവാസിയായ ജോസഫ്. അങ്ങയുടെ ഈ മകന് വേണ്ടി ഞാൻ മുട്ടിൽ വീണ് കരയുന്നു. ഈ മകന് വേണ്ടി നിത്യതയുടെ കവാടങ്ങൾ തുറന്ന് ആശ്വാസം നൽകണേ എന്റെ ദൈവമായ കർത്താവേ. എന്റെ മുന്നിലിപ്പോ ആർത്തിരമ്പുന്ന കടലും ചൂടക്കൊളുത്തുമില്ല. എന്റെ ആർത്തിയോളം പെരുത്ത മത്സ്യമില്ല. പകരം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇന്നോളം അറിയാത്ത സുഗന്ധം പരത്തുന്ന തൂവെള്ളപ്പൂക്കൾ. വെളുപ്പിന്റെയും സുഗന്ധത്തിന്റെയും ഒരു ഉദ്യാനം എനിക്ക് മുന്നിൽ നിവർന്നു വരുന്നു. അതിൽ നിന്ന് ഇത്ര പെട്ടെന്നൊന്നും പോകേണ്ടവനല്ല ഉണ്ടാവൻ. നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പനെ ആവശ്യത്തിനൊരു കൊണ്ടുകളയാൻ ഈ വൃത്തികെട്ടവനിവിടെ വലിഞ്ഞു കയറി വന്നപ്പോഴും നിങ്ങളൊന്നും ചെയ്തില്ല. ഈ നിമിഷത്തിൽ ഒരക്ഷരം കൊണ്ടില്ല. ഇവൻ ഇങ്ങനെ ഞാനല്ലോ ആരെങ്കിലും മേലാതെ കിടക്കുന്ന വീട്ടിലാണ് എന്ന് കണ്ടാൽ ആരാണ് ഉറപ്പാ. കണ്ടപ്പോ നല്ലതിനാണല്ലേ ഞങ്ങൾ കരുതിയത്. എനിക്ക് ആഭിചാരം കാണിച്ചതാ നാശമൻ. ഞങ്ങളുടെ അപ്പനെ കൊന്നത്. ഇത് ചോദിക്കാതെങ്കിൽ വേണോ ആടിച്ച് പുറത്താക്കാൻ ഈ മരണത്തിന്റെ ആശയില്ലേ. എന്റെ പണി കഴിഞ്ഞില്ലേ? ഇനി എന്തിനാണ് നാശിച്ചവരെ കാത്തിലൊക്കെ നിൽക്കാൻ? ആട്ടിയച്ചാ വേണ്ടത്. തല്ലുകൊണ്ട് നീ ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ. പോകാം, ഞാൻ പോകുന്നു. സ്നേഹസ്വരൂപനായ ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ.
തീർക്കാൻ ഒരു തുള്ളി ജീവാംശം പോലുമില്ലാതെ വരണ്ടുണങ്ങിയ ഒരു ഒലിവ് മരക്കൊമ്പ്. ഈ മരക്കൊമ്പ് നീ ജെറുസലേം ദേവാലയ നടയിൽ സമർപ്പിക്കണം. മാത്രമല്ല, ജെറുസലേമിലെ ധനികരും രാജകുടുംബാംഗങ്ങളും സാധാരണക്കാരുമായ എത്രയോ യുവാക്കൾ വിവാഹാർത്ഥികളായി ഇതുപോലെ ഉണങ്ങിയ മരച്ചില്ലകളിൽ പേരെഴുതി സമർപ്പിക്കും. അതിൽ ആരുടെ ചില്ല പൂക്കുന്നുവോ അവനായിരിക്കും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. അഥവാ എന്റെ ചില തളർത്താൽ? ദൈവഹിതമില്ലെങ്കിൽ തളിർക്കില്ലെന്നും നീ തന്നെ പറഞ്ഞല്ലോ. അഥവാ തളിർത്താൽ ദൈവദാസനായ ജോസഫിന് ദൈവഹിതത്തെ തള്ളിക്കളയാൻ കഴിയോ? ജെറുസലേമിലെ ചെറുപ്പക്കാർ അവളുടെ സൗന്ദര്യത്തിലും സ്വഭാവശുദ്ധിയിലും ആകൃഷ്ടരായി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മകളെ വിവാഹത്തിന് പ്രേരിപ്പിക്കാൻ മാതാപിതാക്കളും ദേവാലയ കന്യകയായ അവളെ വിവാഹം ചെയ്ത് സ്വന്തമാക്കാൻ ചെറുപ്പക്കാരും പുരോഹിതരെ നിരന്തരം സമീപിക്കുന്നു. എല്ലാത്തിനും പരിഹാരമായി ജെറുസലേം പുരോഹിതർ കണ്ടെത്തിയ ഉപായമാണ് ഈ ഒലിവ് ചില്ല സമർപ്പണം. യോവാക്കിമിന്റെയും അന്നയുടെയും മകൾ. എന്താണ് ആ ദേവാലയ കന്യകയുടെ പേര്? മറിയം. മേലുള്ള നിന്റെ വലിയ കരുതൽ. ആരുടെ ചില്ലയാണ് പോയിട്ടത്? നസറത്തുകാരനായ ജോസഫ്. അതെ, അതാരാണ്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആ പുണ്യവാനായ ജോസഫ് ആരാണ്? നസറത്തുകാരനായ ജോസഫ്, മുൻപോട്ട് വരിക. നസറത്തുകാരനായ ജോസഫാണ്. അതെ. ഭരിക്കുന്ന രാജാധികാരത്തിന് അവരുടെ വിശ്വാസങ്ങൾ കൂടി പിടിച്ചെടുക്കാനുള്ള അധികാരം രാജാവ് നിശ്ചയിക്കുന്ന ആരാധനാശീലങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്. കാലങ്ങളായി യുവജനത പിന്തുടരുന്ന വിശ്വാസത്തിന്റെ ഉടമ്പടികളും നിയമങ്ങളും ശീലങ്ങളും
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീയും ജനതയും കാത്തിരുന്ന ദൈവപുത്രനാണ്. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ഇതാ ദൈവത്തിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഭവതിയായ നിന്നെയും കൊണ്ട് ഞാൻ നസ്രത്തിലേക്ക് പോകും. ഓരോ കുത്തിനോട്ടങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഇടയിലൂടെ യഹൂദരുടെ രാജാവിന്റെ മാതാവിനെയും കൊണ്ട് ഞാൻ അഭിമാനത്തോടെ നസ്രത്തിലേക്ക് നടന്നു ചെല്ലും. നീ എന്നും ഒരു ജനതയുടെ നിത്യകന്യകയായ മാതാവായിരിക്കും. നിത്യകന്യകയായ മാതാവ്. പേര് വിവരങ്ങൾ നൽകാൻ. എന്നാൽ മേരിയെ കൂടെ കൂട്ടുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അടുത്ത ദിവസങ്ങളിൽ തന്നെ മേരിയുടെ പ്രസവം ഉണ്ടാവുമെന്നാണ് കഴിഞ്ഞ ദിവസം നിന്റെ അമ്മ പറഞ്ഞത്. ഇക്കാര്യം ഞാൻ ഇവനോട് പറയാത്തതാണ്. ഈ ഒരു അവസ്ഥയിൽ എന്റെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് നിർബന്ധമായിരിക്കും ഇവന്. മേരിക്കത് സന്തോഷമായിരിക്കും. ജനിച്ച ജെറുസലേം നഗരം, പരിചയമുള്ള മുഖങ്ങൾ, വഴിത്താരകൾ, പിന്നെ 3-4 ദിവസത്തെ യാത്രയുടെ കാര്യം. അതിനുള്ള പരിഹാരം അപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങ് കഴിക്കൂ. ഞാൻ കഴിച്ചോളാം. മേരിക്ക് മാത്രമല്ല, എന്റെ കുഞ്ഞു ദൈവത്തിനും കൂടിയാണ് ഞാൻ അന്നം കൂട്ടുന്നത്. കഴിക്കും. ഒന്നുമില്ല, അങ്ങ് പറയൂ. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ചി കൊണ്ട് പൊതിഞ്ഞ് തുണിത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. എന്റെ ദൈവമേ, നമ്മുടെ ദൈവമകൻ യഹോവ നമുക്ക് പോറ്റാൻ തന്ന ലോക ജനതയ്ക്ക് നൽകിയ രക്ഷകൻ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ സൂക്ഷിക്കൂ. എന്താണ് കൊട്ടാരത്തിൽ പൊടുന്നനെ അപായമണി മുഴങ്ങാൻ ആരാണ് മണമുഴക്കാൻ ഉത്തരവിട്ടത്? ഞാൻ തന്നെയാണ് ഉത്തരവിട്ടത്. ഇതിന്മേൽ എന്താ ഭയമാണ് വരാനുള്ളത്? ആ സ്വപ്നദർശനം, മിക്ക പ്രവാചകന്റെ വാക്കുകൾ, അത് വെറും ഒരു സ്വപ്നമല്ല. നിന്റെയൊക്കെ
വാക്കുകളെക്കാൾ ഞാൻ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യം നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാർ പറഞ്ഞു വച്ചതിന്റെ തുടർച്ച. എപ്പോഴും എന്റെ കാതിൽ തീക്കോരിയിട്ട ആ വാക്കുകൾ എന്റെ തലച്ചോറിൽ ചൂളം കുത്തുന്നുണ്ട്. യൂദയെ ഭരിക്കേണ്ടവൻ ദാവീദിന്റെ നഗരമായ ബത്ലഹേമിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞ ആ സംഗതി ജനിച്ചിരിക്കുന്നു. യൂദയെ ഭരിക്കേണ്ടവൻ അങ്ങനെയെങ്കിൽ യൂദയുടെ രാജാവായ ഈ ഹെറോദോസിന്റെ അധികാരവും ഭരണാവകാശവും അവസാനിക്കാറായിരുന്നു. ഇല്ല, അതൊരിക്കലും സംഭവിച്ചുകൊള്ളു. ഞാനത് സമ്മതിക്കും. അത്രയും ദൂരം അത് ഈജിപ്തോളം. പക്ഷെ ഇവിടെ ഓർമ്മയുണ്ട്, അയ്യപ്പന്റെ ഭരണസിംഹാസനത്തിൽ കഴിയുന്ന നിന്ന് മകന്ന് ദീർഘകാലം ജോസഫും മേരിയും യേശുവിനോടൊപ്പം ജീവിച്ചു. അഥവാ യേശുവിന് കാവലായി വസിച്ചു. തന്റെ കുടുംബത്തിനുള്ള അപ്പത്തിനും വസ്ത്രത്തിനും വേണ്ടി ഈജിപ്തിലും ജോസഫ് തന്റെ കുലത്തൊഴിലായ മരപ്പണി ചെയ്തു. ഒരു തച്ചൻ മരപ്പണി ചെയ്ത് ദൈവപുത്രൻ അന്നം മൂട്ടി, സ്നേഹവും നൽച്ചെല്ലും നൽകി. ആ നല്ല അപ്പന്റെ സ്നേഹശിക്ഷണത്തിൽ ഈശോ വളർന്ന കുമാരനായ നാളിൽ ഹെറോദോസ് രാജാവ് മരിച്ചു. പിന്നീട് സ്വദേശത്തേക്ക് മടങ്ങാമെന്ന സ്വപ്ന ദർശനം ജോസഫിനുണ്ടായി. ഇത്രയും കാലം ഞങ്ങൾക്ക് അന്നവും സംരക്ഷണവും തന്ന ഈജിപ്തിനെയും സ്നേഹവും സാഹോദര്യവും പകർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ഞങ്ങളുടെ ജന്മദേശം അവന്റെ മകനെ തിരിച്ചു വിളിക്കുമ്പോൾ ഞങ്ങൾ പോകാതിരിക്കുന്നത് എങ്ങനെ? കാലങ്ങൾ നീണ്ട ഇവിടുത്തെ ജീവിതത്തിൽ കയ്പും മധുരവും നിറഞ്ഞ സ്മരണകൾ ഏറെയുണ്ട് ഞങ്ങൾക്ക്. എനിക്കറിയാം, എന്നെ വിടാതെ പിന്തുടരുന്ന സാത്താന്റെ പരീക്ഷണങ്ങളിൽ ഇരയാക്കപ്പെടുകയായിരുന്നു എന്നോടൊപ്പം എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവരും. എല്ലാം നേരിടാൻ എനിക്ക് കരുത്ത് പകർന്നു തന്നത് എന്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്, ഈശോയോടുള്ള എന്റെ സ്നേഹമാണ്. നിങ്ങൾ പിരിയുകയാണെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കും അത് വലിയ വേദനയാണ് ജോസഫ്. ഈശോയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾ ഇനി എങ്ങനെ? ഇരുണ്ടുപോയിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചമാണ് ഇന്ന് ഈശോ. അതാ ഈശോ. മാലിക്കിന്റെ ആടുകളിൽ ഒരെണ്ണം കൂട്ടം തെറ്റിപ്പോയി. ഞാനതിനെ തേടിപ്പോയതായിരുന്നു. ഇതിനെ അതിന്റെ ആലയിലേക്കാക്കൂ. അപ്പോൾ മറ്റാടുകൾ? അവയോടൊപ്പം അവയുടെ യജമാനനും ഉണ്ടാവും. കൂട്ടം തെറ്റിപ്പോയതിനെ തേടി പോകേണ്ടവനാണ് ഞാൻ, അല്ലേ അപ്പ? നമ്മൾ നമ്മുടെ സ്വദേശത്തേക്ക് മടങ്ങുകയാണ് മകനെ. ഇസ്രായേൽ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെ. പക്ഷേ ഒരു ദേശവും നമുക്ക് അന്യമല്ലല്ലോ. നമ്മളെ പിരിയുന്നതിൽ ഇവർ ദുഃഖിക്കുന്നു. ഞാനും ദൂരേക്ക് പോകുന്നു എന്നതിന് പിരിയുന്നു എന്ന അർത്ഥമുണ്ടോ അമ്മേ? ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ അപ്പനും അമ്മയും പോയി. അവസാന കാലത്ത് മകന്റെ സാമീപ്യത്തിന് കൊതിച്ച് വേദനയിൽ നിലവിളിച്ച് കാൽപെരുമാറ്റത്തിന് കാതോർത്ത് അങ്ങനെ കാത്തിരുന്ന് മനസ്സ് വെന്ത് മരിച്ചുപോയി എന്റെ അപ്പനും അമ്മയും. അങ്ങ് വിഷമിക്കരുത്.